എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ചധികം പണിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് കാരണം 2-3 ദിവസമായിട്ട് ചെടിക്കൊന്നും വെള്ളം നനച്ചിട്ടില്ലായിരുന്നു. പൊതുവെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ദച്ചുവാണെന്ന് ചെടിയൊക്കെ നനയ്ക്കുന്നത്. ഞാൻ രാവിലെ നമ്മുടെ കൊട്ടിലിൽ നിന്നൊരു വിറകെടുത്തപ്പോൾ അതിനകത്ത് എന്തോ ചേരയുടെ തോല്, ഞാൻ പാമ്പിൻ്റെ തോലാണെന്നും പറഞ്ഞാണ് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അമ്മ പറഞ്ഞേ അല്ല, അത് ചേരയുടെ തോലാണ്, ഇവിടെ ഇടയ്ക്കൊരു ചേര വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. വല്ല വാമ്പങ്ങാടുമായിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്കേ പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയടുത്ത് വന്ന് ചോദിച്ചത്. അങ്ങനെ ഇതൊക്കെ കാണിച്ച്, ചേര തന്നെ അല്ലേ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ കാണിച്ചിട്ട് അത് ഞാൻ കൊണ്ടു കളയാൻ വേണ്ടി പോവാണ്. അപ്പോൾ പപ്പയാണെങ്കിൽ രാവിലെ കടയിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. രഞ്ജുവണ്ണൻ ഒരു സൈഡിൽ എനിക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തരികയാണ് കേട്ടോ. അമ്മയുടെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിക്കുന്നത് കാരണം എല്ലാ പണിയും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ പാടല്ലേ. അപ്പോൾ പിന്നെ രഞ്ജുവണ്ണൻ ഒരു സൈഡിൽ അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ തുണി അഴിക്കൊണ്ടിരിക്കുന്നു. പപ്പ അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വീഡിയോ എടുക്കുകയാണോ എന്നും ചോദിച്ചുകൊണ്ടാണ് പപ്പ പോകുന്നത്. പപ്പയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പപ്പയും പോയി. ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ദച്ചു എന്തോ വന്ന് രഞ്ജുവണ്ണൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് പോയി. അന്നേരമാണ് അവൾ കണ്ടത് വീഡിയോ ഇവിടെ ഓണാക്കി വെച്ചിരിക്കുകയാണെന്ന്. അവൾ പറയാ, അമ്മ ഇത് ഡിലീറ്റ് ആക്കി, ഇതിടല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനിടയ്ക്ക് പിന്നെ മിത്രക്കുട്ടിയും വന്നിട്ട് മാമൻ്റെ ചോറിൽ നിന്ന് എന്തോ മീൻ വറുത്തത് എന്തോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ രഞ്ജുവണ്ണ ഒരു ഉരുളാവൊക്കെ വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ, സ്വന്തം മോക്കൊന്നും വാരി തരില്ലല്ലോ എന്നൊരു ഡയലോഗ്. അപ്പോൾ രഞ്ജുവണ്ണൻ പറഞ്ഞത്, നീ എന്നാ ഇങ്ങോട്ട് വാ, ഞാൻ വാരി തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തൊടിയിലാണെങ്കിൽ ഇലിമ്പിപ്പുളി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഇതൊക്കെ പറിച്ചിട്ട് ഒരു ചലഞ്ച് നടത്തി. ആരാണോ ഇത് എക്സ്പ്രഷൻ ഇടാതെ കഴിക്കുന്നത് അവർക്കൊരു ഡയറി മിൽക്ക് വാങ്ങിത്തരാമെന്ന്. അങ്ങനെ ഫസ്റ്റ് ചലഞ്ച് നടത്തുന്നത് മിത്രയാണ് കേട്ടോ. അങ്ങനെ മിത്രക്കുട്ടി അത് കഴിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു കേട്ടോ. ഇലിമ്പിപ്പുളിയാ കഴിക്കുന്നേന്ന് പോലും തോന്നില്ലായിരുന്നേ. അങ്ങനെ മിത്രക്കുട്ടി അത് പാസ്സായി. അടുത്തത് ദച്ചു കഴിക്കുകയാണ് കേട്ടോ. ദച്ചു കഴിച്ചപ്പോൾ ഒരു വികാരവും ഇല്ലായിരുന്നേ. ഞാനും ഇത്രയും നോക്കുകയാണ്, ഇതെന്താ എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് ഈ പുളിയുള്ള സാധനങ്ങൾ കാണുമ്പോഴേ എൻ്റെ ഈ രണ്ട് സൈഡും, കവിളിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പുളിപ്പ് വരും. ഞാനത് വായി വെച്ചപ്പോഴേ തുപ്പിക്കളഞ്ഞ്. എനിക്ക് പ്രത്യേകിച്ച് ഓറഞ്ച്, മാങ്ങ, എന്താണെന്നറിയില്ല, പണ്ട് കഴിക്കുമായിരുന്നു, ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലെന്നേ. പ്രായമായതിൻ്റെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് കരിക്ക് നിൽപ്പുണ്ട്. അന്നേരം ഇവളുമാർക്ക് കരിക്ക് വേണം. നമുക്ക് വലിയ ഹൈറ്റ് ഇല്ല ഈ തെങ്ങിനകത്ത്. അപ്പോൾ എന്നാ വിചാരിച്ചു, എന്നാൽ അടത്തി കൊടുക്കാം എന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ അവർ മേളിലോട്ട് പോവാണ് കേട്ടോ, ഏണി എടുക്കാൻ വേണ്ടിയിട്ട്. ടെറസിലായിരുന്നു ഏണി വെച്ചിരുന്നത്. അങ്ങനെ ഏണിയൊക്കെ ആയിട്ട് നമ്മൾ കരിക്കടത്താൻ വേണ്ടി പോവാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കരിക്ക് അടത്തിയിട്ടുണ്ടാവുമെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കയറി കരിക്കൊക്കെ അടത്തുന്നത്. ഇവളുമാർ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരു തരികിട പരിപാടികളൊക്കെയാണ് ഇവിടെ ഒപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേടൊക്കെ വെക്കേഷന് ഒരു അപാര കുരുത്തക്കേട് ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോക്കകത്ത് പറയാം. അപ്പം നമ്മൾ കരിക്കടത്താൻ വേണ്ടി പോവാണ്. ഈ കരിക്കടത്തുന്നിടത്ത് ഈ ഏണി കുത്തിച്ചാരി വെച്ചിരിക്കുന്നിടത്ത് മറ്റേ കടിക്കുന്ന ഉറുമ്പുണ്ടല്ലോ, അത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ആദ്യത്തെ കരിക്ക് അടത്തുകയാണ്. ഞാൻ പിള്ളേരുടെ അടുത്ത് പറയുന്നുണ്ട്, അവിടുന്ന് മാറി നിൽക്ക്, തലയിലെങ്ങാണ് വീണ പിന്നെ ഞാൻ ഉത്തരവാദി അല്ലേന്ന് പറയുന്നുണ്ട്. ഈ സംഭവം ഇങ്ങനെ പിരിക്കും, നമ്മളിങ്ങനെ മേളോട്ട് നിന്ന് ഇങ്ങനെ പിരിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കഴിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അത് ഞാൻ പിരിച്ച്, എന്തായാലും നമ്മൾ ഇതിൻ്റെ മേളിൽ കയറിപ്പോയില്ലേ, അങ്ങനെ അതടത്തി എല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അത് കരിക്കല്ലായിരുന്നു, അത് തേങ്ങയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ തേങ്ങാവെള്ളം കുടിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത്രയും കയറി അടത്തിയത് ഞാനല്ലേ, അപ്പോൾ പിന്നെ ഞാൻ തന്നെ ആദ്യം കുടിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഞാനും കുടിച്ചു, ദച്ചും ഇത്രയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബായ്.